വെൽക്കം ടു ടിതി 2.0. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ ആദ്യ ചാനലിൽ വന്ന ഒരു കഥയാണ് കേട്ടോ. അതിൻ്റെ റിയൽ വോയിസ് വേർഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കഥ കേട്ടിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ ഓപ്പൺ വേർഷൻ കേൾക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോരട്ടോ. അപ്പോൾ കഥ തുടങ്ങിയാലോ? എൻ്റെ പേര് സുനിൽ. എനിക്ക് 22 വയസ്സുണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ചെറുപ്പത്തിലെ എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു, മലയാറ്റൂർ മല കയറണമെന്ന്. അതുകൊണ്ട് ഞാൻ ഏകദേശം 1 മണിക്ക് മല കയറാൻ തുടങ്ങി. 6 മണിക്ക് താഴെ അടിവാരത്തെത്തി. പിന്നെ വീട്ടിലെത്താൻ രാത്രിയാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട് കാലടിയാണ്. ഏകദേശം 6:45 ഞാൻ അവരുടെ വീട്ടിലെത്തി. വീട്ടിൽ ചേച്ചിയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി എന്നെ കണ്ടത് നീ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയുമോ എന്ന് ചോദിച്ചെന്നെ കെട്ടിപ്പിടിച്ചു. അന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. 9 മണിയായപ്പോൾ ചേട്ടായി എത്തി. ഞാനും ചേട്ടായും നല്ല കൂട്ടുകാരെ പോലെയാണ്. ഞാൻ വരുമ്പോഴൊക്കെ കൂടാറുണ്ട്. അതുകൊണ്ട് ചേട്ടായി വന്നപ്പോൾ അതും കൊണ്ടാണ് വന്നത്. വല്ലപ്പോഴും 2 എണ്ണം ചേച്ചി ഞങ്ങൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നു. അപ്പോഴാണ് ചേട്ടായി പറയുന്നത് പഴയ പോലെ ഒന്നും പറ്റില്ല, ഇപ്പോൾ പ്രഷർ കൂടുതലാണെന്ന്. പിന്നെ നടുവിൻ്റെ ഡിസ്കിന് തേയ്മാനമുണ്ട്. അങ്ങനെ അന്ന് 10 മണിക്ക് അത്താഴം കഴിച്ച് ഞാനും ചേട്ടായിയും ഒരു മുറിയിൽ കിടന്നു. ചേച്ചിയും പിള്ളേരും മറ്റൊരു മുറിയിലും. ചേച്ചി 2 വർഷമായി മക്കളുടെ കൂടെ വേറൊരു മുറിയിലാണ് കിടക്കുന്നത്. ചേട്ടായിക്ക് പ്രഷർ ഉള്ളത് കൊണ്ട് ഞാനതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ നടുവേദനയും. ഞങ്ങൾ കിടന്നൊരു 12 മണിയായി കാണും. ചേട്ടായിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ചേട്ടായിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് അപകടം പറ്റി. ആൾക്ക് സീരിയസ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ചേട്ടായും കൂടെ വരണമെന്ന് അവർ പറഞ്ഞു. ചേട്ടായി എണീറ്റ് വെള്ള മുണ്ടും ഷർട്ടും ഇട്ട്. ചേച്ചി ചോദിച്ചു, നിങ്ങൾ ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോകണം, ഞാൻ രാവിലെ വന്നിട്ട് കാര്യം പറയാം എന്നും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ടാക്കി. ചേച്ചി ഗേറ്റ് തുറന്നു കൊടുത്തു. ചേട്ടായി പോയപ്പോൾ ഗേറ്റ് അടച്ചു, വാതിൽ കുറ്റിയിട്ടു. ഞാൻ എല്ലാം പാതി ഉറക്കത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചി റൂമിൽ ചെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി. 10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ റൂമിൽ വന്ന് എന്നെ വിളിച്ചു. സുനി, എടാ സുനി, കറണ്ട് പോയി, ചേട്ടായി ഇവിടെ ഇല്ല, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ഞാൻ എണീറ്റു. ടോർച്ച് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ടോർച്ച് അടിച്ചു. ചേച്ചി അടുക്കള വാതിൽ തുറന്നു പുറത്തിറങ്ങി. നല്ല നിലാവുണ്ടായിരുന്നു. ചേച്ചി ഇട്ടത്തിരുന്ന് കാര്യം സാധിച്ചു. ഞാനും ചേച്ചിയും മുറിക്കുള്ളിൽ കയറി അടുക്കള വാതിൽ കുറ്റിയിട്ടു. എൻ്റെ റൂമിലെത്തി. ചേച്ചിയുടെ റൂമിൻ്റെ വാതിൽ പുറത്തു നിന്നും പൂട്ടി. ഞാൻ വെള്ളം കുടിക്കാൻ അടുക്കളയിലെ ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം കുടിച്ചു. ഫ്രിഡ്ജ് അടച്ചപ്പോൾ റൂമിലാകെ ഇരുട്ട്. ഞാൻ ചേച്ചിയെ വിളിച്ചു. ടോർച്ചടിക്ക് ചേച്ചി, നീ എവിടെയാ? നിനക്കെന്നെ ഇരുട്ട് പേടിയാണോ? സുനിലിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ. പുതിയൊരു കഥയുമായി വരുന്നത് വരെ ബൈ.